S-Presso ഓണേഴ്സ് ക്ലബ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഇൻറ്റീരിയർ ക്ലീനിങ്ങിന് ആവശ്യമായ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതുപയോഗിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ വാഹന ഉടമകൾക്കും വാഹനപ്രേമികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന പല വ്യത്യസ്തമായ വീഡിയോകളും ഞങ്ങൾ ഈ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ബ്ലോവർ മെഷീനാണ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഭാഗത്തൂടെ എയർ അകത്തേക്ക് വലിച്ചിട്ട് ഇതിലൂടെ പുറത്തേക്ക് തള്ളുന്നതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിൻ്റെ പവർ വരുന്നത് 600 വാട്ട്സ് ആണ്. 15000 RPM ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കുഴൽ ഊരിയെടുത്ത് എയർ വലിക്കുന്ന ഈ ഭാഗത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ഡസ്റ്റ് ബാഗ് ഫിറ്റ് ചെയ്താൽ നമുക്ക് ഇത് വാക്യൂം ക്ലീനറായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഡസ്റ്റ് ബാഗിൻ്റെ ഇവിടെയായിട്ടൊരു സിബ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തുള്ള പൊടികളെല്ലാം നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊന്ന് ഓണാക്കി നോക്കാം. ഈ കാറിൻ്റെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന പ്ലഗിൽ നിന്നും കറണ്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ മെഷീൻ്റെ വയറിന് വെറും 1.5 മീറ്റർ നീളമുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ ഉപയോഗം വരുന്നത്. ആദ്യം തന്നെ ഈ മാറ്റെടുത്ത് പുറത്തേക്കിടാം. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഈ ഡാഷ്ബോർഡിൽ ഒരുപാട് പൊടിയിരിക്കുന്നുണ്ട്. ഡോറുകളെല്ലാം തുറന്നിട്ടതിന് ശേഷം ബ്ലോവർ മെഷീൻ ഉപയോഗിച്ച് പുറത്തേക്ക് അടിച്ചു കളയാം. ഇനി ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇത് നമുക്ക് തുടച്ചെടുക്കാം.
I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on. ഇത്രയും യൂസ്ഫുള്ളായ ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് വെറും 699 രൂപയ്ക്ക് സ്വന്തമാക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓടിപ്പോയി വാങ്ങിക്കാവുന്നതാണ്, എപ്പോൾ ചെന്നാലും കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റായി അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.